വെൽക്കം ബാക്ക്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെന്തായാലും ഒരു സ്പെഷ്യൽ വീഡിയോ ആയിരിക്കണമല്ലോ അല്ലേ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ കല്യാണ ചെക്കനൊരു സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ആണത്. അങ്ങനെ എൻഗേജ്മെൻറ്റ് ഫിക്സ് ചെയ്തന്ന് മുതൽ ആലോചിക്കാൻ തുടങ്ങി എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പറ്റുകയെന്ന്. ഫൈനലി ഞാൻ ഡിസൈഡ് ചെയ്തു, ഒരു ലെൻസ് കാർട്ടിൻ്റെ ഒരു ഷെയ്ഡ്സും പിന്നെ ആണെങ്കിൽ നമ്മുടെ ഒരു ഇല്ലുസ്ട്രേഷനും കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ നാട്ടിലെ ചടങ്ങുകളൊക്കെ അനുസരിച്ചിട്ട് എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് കല്യാണ പെണ്ണിന് ഒരുപാട് ഗിഫ്റ്റ് കിട്ടും. എന്തായിക്കോട്ടെ, ഡ്രസ്സായിക്കോട്ടെ, ഗോൾഡ് ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കിട്ടും. അപ്പോൾ നമ്മളെ ചെക്കനെ നമുക്ക് മറക്കാൻ പാടില്ലല്ലോ. അങ്ങനെ അത്രയും വലിയ ഗിഫ്റ്റ് അല്ലെങ്കിൽ പോലും ചെറിയ 2 ഗിഫ്റ്റ് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞാനിത് കവർ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ ഒരു പണിയാണോ? വളരെ സിമ്പിളായിട്ട് തീരും തോന്നിയതാണ്. പക്ഷേ ആ സത്യം പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, ഇത് പൊതിയാൻ എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്തൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു വിധം അത് പൊതിഞ്ഞെടുത്ത് ഒരു റിബൺ വെച്ച് കെട്ടി അങ്ങ് അവസാനിപ്പിച്ച്. അടുത്ത ടാസ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിം പൊതിഞ്ഞെടുക്കുന്നതാണ്. അത് ഈ ഗ്ലാസ് പൊതിയണ കമ്പയർ ചെയ്തപ്പോൾ വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് 4 സൈഡ് അങ്ങ് സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ചപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോ ഫ്രെയിം റെഡിയായി. ഇതിനായിട്ട് അലങ്കോല പണികളുടെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്തു, അതിനും കൊടുത്തു റിബൺ. ഇത് രണ്ടും ചുമ്മാ അങ്ങ് കൊടുത്താൽ പോരല്ലോ. അപ്പോഴാണ് ആലോചിച്ചൊരു ഹാമ്പർ പോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഹാമ്പറൊന്നും സെറ്റ് ചെയ്യാൻ എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഒരു പഴയ ഫോണിൻ്റെ കവർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ വൃത്തികേടൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ഞാൻ നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് തന്നെ അതൊന്ന് കവർ ചെയ്തെടുക്കുക ചെയ്തേ. എന്നിട്ട് നേരത്തെ ചെയ്ത് വെച്ചാൽ നമ്മുടെ 2 ഗിഫ്റ്റ്സ് ഉണ്ടല്ലോ, അതെടുത്ത് അതിൽ വെച്ചു. ഇതെങ്ങനെയാണ് വയ്ക്കുക, എങ്ങനെയാണ് കൊടുക്കുകയെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അവസാനം എൻ്റെ അടുത്തൊരു നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റ് വെച്ചിട്ട് അങ്ങനെ സെറ്റാക്കി എടുത്ത് ഫൈനലി ഞങ്ങൾ ചെറിയൊരു ഡാൻസൊക്കെ കളിച്ച് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് അതങ്ങ് കൊടുത്തു. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കഥ കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു.